അസ്സലാമലൈക്കും. ലുക്കിമാത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സിമ്പിൾ റെസിപ്പിയാണ്. കുറേ ദിവസമായിട്ട് ഞാനിത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് തയ്യാറാക്കി കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഹോളായിട്ടുള്ള ഈസ്റ്റാണ് ഇതിലിട്ട് കൊടുക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് അങ്ങനെ പൊങ്ങാൻ വേണ്ടി വെക്കണം. അതല്ലെങ്കിൽ ഞാൻ ഇതിലെടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതൊരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 കപ്പ് മൈദപ്പൊടിയാണ് വെച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കി നോക്കുന്നത്. ഫസ്റ്റ് ടൈം ആയത് കാരണം. പിന്നെ അതിലേക്ക് 2 ടീസ്പൂണ് കോൺഫ്ലോർ. ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് പുറം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരാനാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തുള്ളി ഉപ്പ് വേണം, അതും ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് ഒരു ടേസ്റ്റിന് ചെറിയ ഡിഫറൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ നല്ല ഓവറായിട്ട് ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ പറ്റ ലൂസാവാനും പാടില്ല. അങ്ങനത്തെ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ മാവിനെ കിട്ടേണ്ടത്. നല്ല ടൈറ്റ് ആവരുത്, അതുപോലെ ഓവറായിട്ട് ഇങ്ങനെ ലൂസാവാനും പാടില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. ഞാനൊരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ അല്ല ഒലീവ് ഓയിലാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ആക്കിയിട്ട് ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് ഇത് ഡബിൾ സൈസായിട്ട് പൊങ്ങി വരും. ഇതിലേക്ക് ഞാൻ ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര്, പിന്നെ 1 ഏലക്കായും കൂടി കുത്തിയിട്ടിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല വേണ്ടത്, കുറച്ചൊന്ന് തിക്കാവണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമ്മളെ ലുക്കിമാത്ത് സോഫ്റ്റായിട്ട് പോകും. കാരണം വെള്ളത്തിൻ്റെ കണ്ടൻ്റാണ് ഇതിൽ കൂടുതലാണെങ്കിൽ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ, പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് അങ്ങനെ ഞെക്കി കൊടുത്തിട്ട് ഇങ്ങനെ ബൗൾ പോലെ ആക്കിയിട്ട് അങ്ങനെ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ചെറിയ സ്പൂൺ ഉണ്ടെങ്കിൽ ആ സ്പൂൺ വെച്ചിട്ട് കുറേശ്ശെ മാവ് എടുത്തിട്ട് അങ്ങനെയും ചെയ്യുക. അല്ലെങ്കിൽ കയ്യിൽ നന്നായിട്ടൊന്ന് വെള്ളം നനച്ചിട്ട് ചെറിയ ചെറിയ ബൗളാക്കിയിട്ട് ഇങ്ങനെ ഇടുക. അല്ലെങ്കിൽ പിന്നെ നല്ല എക്സ്പേർട്ടായിട്ടുള്ളവരൊക്കെ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ മാവ് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഞെക്കി വിടുക. അപ്പോൾ ഞെക്കി വിടുമ്പോൾ അതിൽ ഇങ്ങനെ ഓരോരോ ബോൾ പോലെ ഇങ്ങനെ വരും. അങ്ങനെ ആക്കിയിട്ട് കൊടുക്കാം. ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി ടൈറ്റായിട്ട് മാവ് ഒരു തുള്ളി കൂടി ടൈറ്റ് ആക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ നന്നായിട്ട് പറ്റും. ഇത് ഞാൻ അങ്ങനെ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് ഫ്ലോപ്പായി, കാരണം അത് വലുതായിപ്പോയി. പിന്നെ ഞാൻ ചെറുതായിട്ട് ഇതേപോലെ ചെറുതാക്കി എടുക്കാനായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേശ്ശെ ഇങ്ങനെ മാവിട്ട് കൊടുക്കുകയും ചെയ്തത്. അങ്ങനെ ബോൾ പോലെ ആക്കി എടുത്ത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ട്, കാരണം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ആണ് ഈ ലുക്കിമാത്ത് ഉണ്ടാവുക. അതിനാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി, എന്നിട്ട് അതിലേക്ക് വെള്ള എള്ളൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളിയാണ്. ചോക്ലേറ്റൊക്കെ വെച്ച് നമ്മളിത് ഡിപ്പ് ചെയ്ത് കഴിച്ചാൽ അടിപൊളിയാണ്. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.